Let's dive into the fascinating world of physics with Dr. Sina G. Good morning all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about three important equations in motion in a straight line case. Okay. അപ്പം ഈ മൂന്ന് ഇക്വേഷൻസും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അത് ഡിറൈവ് ചെയ്യാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ, ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഞാൻ ആദ്യം തന്നെ ഇക്വേഷൻ ഇങ്ങനെ ബോർഡിൽ എഴുതിയിരിക്കുകയാണ്. ദിസ് ഇക്വേഷൻസ് ആർ കോൾഡ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ആക്സിലറേറ്റഡ് മോഷൻ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇത് യൂണിഫോം ആക്സിലറേഷനുള്ള ഒബ്ജക്ട്സിന് മാത്രമേ ഈ ഒരു ഇക്വേഷൻസ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ ഇക്വേഷൻസ് ഓൾറെഡി ഞാൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. V is equal to V0 plus AT, S is equal to V0t plus half AT square, V square is equal to V0 square plus 2AS. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. അപ്പം എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം t is equal to 0 സെക്കൻഡും കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയം t is equal to t സെക്കൻഡ് എന്നാണ് എടുത്തേക്കുന്നത്. അതായത് t1 is equal to 0 സെക്കൻഡും t2 is equal to t സെക്കൻഡ് എന്നും എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കുള്ള കേസിലാണ് ഇക്വേഷൻ എല്ലാം ഡിറൈവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ v എന്ന് പറയുന്നത് is the velocity of the object at time t സെക്കൻഡ്. ഓക്കെ, v0 is the velocity of the object at time 0 second, and a is the acceleration, s is the displacement of the object. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഉള്ള മൂന്ന് ടേംസ്. ചില ടെക്സ്റ്റുകളിൽ ഈ ഇക്വേഷനെ അവർ വേറൊരു രീതിക്ക് എഴുതാറുണ്ട്. അതായത് v is equal to u plus at എന്ന് വേണേലും എഴുതാറുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ut plus half at square എന്ന് എഴുതാറുണ്ട്. അതേപോലെ v square is equal to u square plus 2as എന്ന് എഴുതാറുണ്ട്. അപ്പൊ ഈ ഇക്വേഷന് ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ അതോട് കറക്റ്റ് ആയിട്ട് എഴുതണം. u is the initial velocity, v is the final velocity. നമ്മൾ എഴുതുന്നത് എന്താണ് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്കിതിലെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്. ആ ഫസ്റ്റ് ഇക്വേഷന് വേണ്ടി നമ്മളൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാണ്. ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ അലോങ് ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, സോ ടൈം t ഈസ് ഈക്വൽ ടു 0യിൽ പൊസിഷൻ x0 ആയിരുന്നു, വെലോസിറ്റി v0 ആയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം t ഈസ് ഈക്വൽ ടു t സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ x ആയി, വെലോസിറ്റി എന്ന് പറയുന്നത് v ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഇവിടെ there is a velocity change അല്ലെ, ഫൈനൽ വെലോസിറ്റി v, ഇനിഷ്യൽ വെലോസിറ്റി v0. So there is an acceleration. That acceleration can be written like this. എങ്ങനെ എഴുതാം? Change in velocity by time. So change in velocity is v minus v0 divided by time interval t minus 0. That is v minus v0 divided by t. ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. at is equal to v minus v0 or v is equal to vനെ അവിടെ നിർത്തി ബാക്കിയുള്ളതിനെ റീഅറേഞ്ച് ചെയ്താൽ v0 plus at. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ. അതായത് നമുക്കൊരു ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും ടൈമും അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഫൈനൽ വെലോസിറ്റി കാണാൻ പറ്റും. ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. സോ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ ഞാനിവിടെ സൈഡിലൊന്ന് എഴുതിയിടാം. നമുക്ക് എന്താ കിട്ടേണ്ടതെന്ന് v0t പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട രണ്ടാമത്തെ ഇക്വേഷൻ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ എ സർട്ടൺ ഇന്റർവൽ ഓഫ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി ആവറേജ് വെലോസിറ്റി ഓഫ് an object in the time interval 0 to t. v average നമുക്കൊന്ന് എഴുതി നോക്കാം. v average is equal to displacement by time എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ
പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവെൽ, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് സീറോ ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് സീറോ എന്ന് പറയുന്നത് വി ആവറേജ് ഇൻറ്റു ടി എന്ന് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ 1 ആക്കി അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വി ആവറേജ്, രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 എടുക്കാലോ. ആവറേജ് കിട്ടത്തില്ലേ നമുക്ക്? അപ്പം നമുക്ക് ഇവിടെ ഈ ഇക്വേഷനിൽ ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം വി പ്ലസ് വി സീറോ ഡിവൈഡഡ് ബൈ ടി, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി അല്ലേ. അപ്പൊ ഇവിടെ വിയുടെ സ്ഥാനത്ത് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് വിയുടെ സ്ഥാനത്ത് വി സീറോ പ്ലസ് എ ടി പ്ലസ് ഈ വി സീറോ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് വരും. അതായത് 2v0 പ്ലസ് എ ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് വരും. കണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് ഒന്ന് 2 2 ഒക്കെ കട്ട് ചെയ്യാം. ഈ ടീനെ നമുക്ക് അകത്തോട്ടെടുക്കാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് v0 ടി പ്ലസ് ഇവിടെ ഒരു ടി 2 വരും, ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരും. ഇവിടെ എക്സ് മൈനസ് എക്സ് സീറോനെ നമുക്ക് എസ് എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ടൈം ഇന്റർവെൽ എസ് ഇസ് ഈക്വൽ ടു v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കിട്ടിയില്ലേ ഇക്വേഷൻ? നമുക്കിനി മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. മൂന്നാമത്തെ ഇക്വേഷൻ ഏതാണെന്ന് ഞാൻ ഇവിടെ വെറുതെ ഒന്ന് എഴുതിയിടുകയാണേ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, സോ തേർഡ് ഇക്വേഷൻ കിട്ടുമോ നോക്കാം. ഇതിനു വേണ്ടി നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി. ഓക്കെ, ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് വി മൈനസ് വി സീറോ ഇസ് ഈക്വൽ ടു എ ടി എന്ന് പറയും. ഇതിനെ ഇക്വേഷൻ 1 ആക്കി അവിടെ വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷന് വേണ്ടിയിട്ട് നമുക്ക് വി ആവറേജ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വി ആവറേജ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വി ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? വി പ്ലസ് വി സീറോ ബൈ 2 ആണ്. ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ടി. അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്കൊരു കാര്യം കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വി പ്ലസ് വി സീറോ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2നെ അങ്ങോട്ട് കൊണ്ടുപോകാം, 2s ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. നമുക്ക് രണ്ട് ഇക്വേഷനെ കിട്ടി. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 ഉം 2 മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഞാൻ എഴുതുവാണ് വി മൈനസ് വി സീറോ ഇൻറ്റു വി പ്ലസ് വി സീറോ ഇസ് ഈക്വൽ ടു 2s ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു എ ടി. ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യും വി ഇൻറ്റു വി ഈസ് വി സ്ക്വയർ, വി ഇൻറ്റു പ്ലസ് വി സീറോ ഈസ് പ്ലസ് വി വി സീറോ, ഇത് രണ്ടും കൂടി മൈനസ് വി വി സീറോ, ഇതും കൂടി മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന് വരും. ടിയും ക്യാൻസൽ ആവും. അപ്പൊ ഇതുണ്ട് ഇവിടെ ഇത് രണ്ട് ക്യാൻസൽ ആവുകയെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വി സീറോനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോവാണേ, വി സീറോ സ്ക്വയർ പ്ലസ് 2as എന്ന് വരും. കണ്ട, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തില്ലേ? ഏതായിരുന്നു നമ്മുടെ 3 ഇക്വേഷൻ? v is equal to v0 plus at, s is equal to v0 t plus half at square, and v square is equal to v0 square plus 2as. എളുപ്പമല്ലേ? സോ ഇതുവരെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതുകൂടെ ചെയ്തിട്ടേ പോകാം കേട്ടോ, ഈ പ്രോബ്ലം ചെയ്തിട്ട്. സോ എ ജെറ്റ് പ്ലെയിൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് with an acceleration of 3 meters second raised to -2 and makes a run for 35 seconds before takeoff. What is the minimum length of the runway? What is the velocity of the jet at takeoff? ഇതാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ.
അപ്പോൾ ജെറ്റ് പ്ലെയിൻ ആണ്, പ്ലെയിനൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നല്ലൊരു റൺവേ അങ്ങോട്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് എ റൺവേ. ഈ റൺവേ കൂടി ഒരു ജെറ്റ് പ്ലെയിൻ, സോ ജെറ്റ് പ്ലെയിൻ ആണ് അത് ടേക്ക് ഓഫ് ചെയ്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ജെറ്റ് പ്ലെയിൻ ആണ് കേട്ടോ. സോ എൻ്റെ പ്ലെയിൻ കണ്ടാൽ പ്ലെയിൻ എന്നൊക്കെയാണ് തോന്നണമല്ലേ. ഓക്കെ, സോ ദിസ് ഇസ് എ ജെറ്റ് പ്ലെയിൻ. ഈ പ്ലെയിൻ അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 0-യിൽ അത് എന്തായിരുന്നു, റെസ്റ്റിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ പറന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങ് ടേക്ക് ഓഫ് ചെയ്യും. സോ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തെ ഇവർ ഈ പ്ലെയിൻ എടുക്കുന്ന ആക്സലറേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട് കണ്ടോ. 3 മീറ്റർ സെക്കൻഡ് റേസ് ടു -2. 3 മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ആൻഡ് അവർ എത്ര ടൈം വരെയാണ് ടേക്ക് ഓഫിന് വേണ്ടി ഈ ഫ്ലൈറ്റ് പറന്നതെന്നും പറയുന്നുണ്ട്. 35 സെക്കൻഡാണ് കണ്ടോ. ഇത്രയും കാര്യങ്ങൾ ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ ചോദിച്ചേക്കുന്നത് ഈ റൺവേ എന്തോരം പറന്നിട്ടാണ് ഈ പ്ലെയിൻ പൊങ്ങിയത്, റൺവേയുടെ ലെങ്ത് എത്രയാ, ആ സമയത്തുള്ള ആ എയ്റോപ്ലെയിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇവിടോട്ടൊന്ന് എഴുതിയിടാം. ഇതാ ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചേക്കുന്നത് റൺവേയുടെ ലെങ്താണ്. സോ നമുക്ക് എസ് കാണാനാണ് ചോദിച്ചേക്കുന്നത്. എസ് ഇസ് ഈക്വൽ ടു v0t പ്ലസ് ഹാഫ് a t². എളുപ്പമാണ് ചെയ്യാൻ. v0 0 ആണ്, ഫസ്റ്റ് ടൈം പോകും. ബാക്കി ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ 3 ഇൻറ്റു t² ഈസ് 35² എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏകദേശം 1837.5 മീറ്റർ എന്ന് കിട്ടും. ഈ ആൻസർ 1837.5 എന്ന് കിട്ടും. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ റൺവേയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. പിന്നെ അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ടേക്ക് ഓഫ്. വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റി കാണാൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. v ഈസ് ഈക്വൽ ടു v0 പ്ലസ് at. അപ്പോൾ ഇത് ചെയ്യുമ്പം v0 0 ആണ്, എയുടെ സ്ഥാനത്ത് 3 ഇൻറ്റു t ഇസ് 35. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 105 മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് കിട്ടും. കണ്ടോ, അതായത് ഈ ജെറ്റ് പ്ലെയിൻ ഇത്രയും ആക്സലറേഷൻ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ 35 സെക്കൻഡ് ഇറ്റ് വെലോസിറ്റി വിൽ ബി 105 ആൻഡ് ദ റൺവേ നീഡഡ് ഈസ് ഓൾമോസ്റ്റ് 2000 മീറ്റർ. കണ്ട, അപ്പം നമുക്കിത് ഭയങ്കര ആപ്ലിക്കേഷനുള്ള ഇക്വേഷനാണ്. അതായത് ഒരു ജെറ്റ് പ്ലെയിനെ ആക്സലറേറ്റ് ചെയ്ത് അത് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്പീഡ് അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിന് എന്തോരം ആക്സലറേഷൻ വേണം എന്നുള്ളതും എത്ര സമയം, എത്ര റൺവേ, ഇതൊക്കെ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ കുട്ടി ഇക്വേഷൻസ് വേണം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. So with this lecture we learn about the 3 kinematic equations of motion. V is equal to v0 plus at, S is equal to v0t plus half at² and v square is equal to v0 square plus 2as, the 3 kinematic equations of motion. Then we derived it, then we have done one problem. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.